മാത്രമല്ല അംബേദ്കറിനെ ഒരു പരിഹാസ്യ കഥാപാത്രം പോലെയാണ് ആക്കിയത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, ഈ രീതിയിലല്ല 75 വർഷത്തെ സുവർണ പ്രയാണം ഭരണഘടനയുടെ കൈകാര്യം ചെയ്യേണ്ടത്. മാത്രമല്ല പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നത് തന്നെ പാർലമെൻറ്റിനോടുള്ള അനാദരവായിരുന്നു. അതിനുശേഷം അദ്ദേഹം അമിത്ഷായുടെ ധാർഷ്ട്യവും ധിക്കാരവും സഭയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം സഭയെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് എന്തുകൊണ്ടാണ് GSTയെ നരേന്ദ്രമോദി ആദ്യം എതിർത്തിരുന്നതെന്ന് ഉള്ള ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 വർഷത്തെ നഷ്ടപരിഹാരം കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾ കൊടുക്കാമെന്നുള്ള നിബന്ധന വന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി എതിർപ്പ് മാറ്റിവെച്ചത്, അല്ലെങ്കിൽ BJP എതിർപ്പ് മാറ്റിവെച്ചതെന്നാണ്. പച്ചക്കള്ളമാണ്. അതായത് സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ കേവലം 5 വർഷം മാത്രമായിരുന്നു. ആ 5 വർഷത്തെ കോമ്പൻസേഷൻ ദീർഘിപ്പിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സഭയിൽ വന്നിട്ട് പറയുകയാണ് 10 വർഷത്തെ കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകി എന്നുള്ളത്. യഥാർത്ഥത്തിൽ അംബേദ്കറിനെ പോലെ ഒരു വ്യക്തിത്വത്തെ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും അവഹേളിച്ചിട്ടില്ല. ഇപ്പോൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ തന്നെ കാൽപ്പനിക കഥയാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ ചെയ്തതാണ് സ്വാതന്ത്ര്യ സമരമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ വേറൊരു കാൽപ്പനികമായിട്ടുള്ള ഒരു തലം ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് BR അംബേദ്കർ യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഹിന്ദു കോഡിനെതിരെ RSS അതിശക്തമായി സമരം ചെയ്തുകൊണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുമതം വിട്ട് അദ്ദേഹം ബുദ്ധമതത്തിൽ പോയത്? RSS യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ഈ ജാതീയത, ചാതുർവർണ്ണത്തെ എതിർത്തുകൊണ്ടാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിൽ ചേർന്നത്. അതുപോലും തമസ്കരിച്ച് അംബേദ്കർ എന്തോ അവരുടെ ആളാണ്, ഒരു അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ട്. അതിന് ഭാഗമായിട്ടാണ്. പക്ഷെ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നു. അംബേദ്കറിനോടുള്ള എതിർപ്പും അമർഷവും അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ അറിയാതെ പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പൂച്ച പുറത്തായത്. ഇന്ന് രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിസംബോധന ചർച്ച ചെയ്യുകയാണ്. റിപ്പോർട്ട് സോഷ്യൽ മീഡിയ ഇടുന്നവർക്ക്, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ എക്സ് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോംസിനെയൊക്കെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി എത്രയോ നിയമങ്ങളും നിബന്ധനകളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ IT സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് എനിക്കറിയാം എത്രയോ നിബന്ധനകൾ. അത് മാത്രമല്ല, എക്സ് എന്ന് പറയുന്നത് ഇലോൺ മസ്കിൻ്റെ ഒരു സംരംഭമാണ്. അദ്ദേഹത്തിൻ്റെ വ്യവസായിക വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ മാർക്കറ്റുള്ള ഇന്ത്യയുടെ ഭരണാധികാരികൾ പറയുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹം കേൾക്കുന്നതിൽ പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ല. ഇനി എക്സ് ഇൻഡു വിട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും അമിത്ഷാ എന്താണ് പറഞ്ഞതെന്നൊന്നും ആരും കേൾക്കാതെ പോകില്ല. എല്ലാവരും കേൾക്കും. അത് എഡിറ്റഡ് വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉൾപ്പെടെ BJP നേതാക്കൾ ആരോപിക്കുന്നത്. അദ്ദേഹം നടത്തി 2 മണിക്കൂർ പ്രസംഗം എക്സ് കൊടുക്കാൻ പറ്റുമോ? എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വാർത്ത തന്നെ എഡിറ്റ് ചെയ്തിട്ടില്ലേ കൊടുക്കുന്നത്? ആ എഡിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും എന്താ പറയുക, ഏതെങ്കിലും തരത്തിൽ വ്യാജ നിർമ്മിതി ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അദ്ദേഹം പറഞ്ഞ ഫുൾ സെന്റൻസ് തന്നെയല്ലേ. അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ അംബേദ്കർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വാഴ്ത്തുന്നത്? ദൈവത്തെക്കുറിച്ച് പറ, അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണോ പാർലമെൻറ്റിൽ ഉയർന്ന വിഷയങ്ങളെക്കുറിച്ച് ഒരു ആഭ്യന്തരമന്ത്രി ചർച്ചയ്ക്ക് മറുപടിയായിട്ട് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മാത്രമല്ല, ദളിത് വിഭാഗത്തിൽ വരുന്ന ഇന്ത്യയുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളൊരു നേതാവ് മല്ലികാർജുൻ ഖാർഗെയോട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇരിക്കേ കേക്ക് എന്നൊക്കെയല്ലേ പറയണത്. ആരെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനോട് ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടോ? അതും അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായക്കൂടുതലുള്ള പരിണതപ്രജ്ഞനായ അധസ്ഥിത വിഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവിനോട് ഇങ്ങനെയാണോ തട്ടിക്കേറുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഇരുന്ന് കേക്ക് ഖാർഗെ എന്നൊക്കെ പറയാന്ന് പറഞ്ഞ ആരാണ്? ഇതെന്താ രാജവാഴ്ചയാണോ ഇന്ത്യ നടക്കുന്നത്? അമിത്ഷായെ പറഞ്ഞു വിട്ടത് മോഡിയല്ലേ? പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യനെ
അദ്ദേഹമാണ് എൻ്റെ അനന്തര അവകാശി എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടല്ലേ നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി പറയാൻ വേണ്ടി അമിത്ഷാ വിട്ടത്. ഇതൊന്നും മറ്റേ യോഗി ആദിത്യനാഥിനും കൂട്ടർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എന്നാ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു സന്ദേശം കൊടുക്കുകയാണ്, എൻ്റെ പിൻഗാമി അമിത്ഷയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി രാജ്യസഭയുടെ ഫ്ലോർ ഉപയോഗിച്ചു. പക്ഷേ പിൻഗാമിയുടെ സ്വഭാവം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാതു തുളച്ചവൻ പോയപ്പോൾ മറ്റേ കടക്കിട്ടവൻ വന്നു എന്ന് പറഞ്ഞ പോലെ ഇത് ധാർഷ്ട്യത്തിൽ ഒരു ഡിഗ്രിയും കൂടിയുള്ള ഒരാൾ വന്നു എന്നും വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടി. പറഞ്ഞ മറ്റ് പ്രസക്തമായ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ ചരിത്രം. 2 തവണ നെഹ്റു ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. അതിനുശേഷം ഭാരതരത്നയുടെ ചരിത്രം അങ്ങേക്ക് വിശദീകരിച്ച് തരണ്ട. സ്വന്തമായി നെഹ്റു ഭാരതരത്ന എടുത്തിട്ടു, അംബേദ്കർക്ക് നൽകിയില്ല. മാത്രമല്ല, ഈ പാർലമെൻറ്റിനകത്ത് അംബേദ്കറുടെ ഒരു ചിത്രം വയ്ക്കാൻ കോൺഗ്രസിന് ഇതരമായിട്ടുള്ള സർക്കാരാണ് ദേശീയ തലത്തിൽ വരേണ്ടി വന്നത്. അത് വളരെ പ്രസക്തമാണല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യം. അതായത് ഓരോ ഘട്ടങ്ങളിലും ഈ ഭാരതരത്ന പലർക്കും കൊടുത്തുകൊണ്ട് പോകുന്നു. അതൊരു ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് ആദ്യം തന്നെ എന്താ പറയുക, ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ട് ഇന്ന ആൾക്കാർക്കൊക്കെ ഭാരതരത്ന കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കൊടുത്തുകൊണ്ടിരുന്നു. സ്വാഭാവികമാണ് കോൺഗ്രസ് പാർട്ടി കൊടുക്കാത്ത ഒരു ഭാരതരത്ന അംബേദ്കർക്ക് കൊടുത്ത് നല്ലതാണെന്ന് അത് എതിർക്കുന്നുണ്ടോ? എന്തെങ്കിലും നല്ലൊരു കാര്യം BJP ചെയ്യണ്ടേ? മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇവിടുന്ന് പൊടിച്ചുകൊണ്ട് പോയവരാണ് ഇവർ. ഏത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ. അപ്പം ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അവർ ആകെ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തു. അവർ ചെയ്യണ്ടേ? അത് ഞങ്ങൾ ഭാരതരത്ന കൊടുത്തു എന്ന് ഇങ്ങനെ ആവർത്തിക്കുന്നത് തന്നെ അംബേദ്കറോടുള്ള അവഹേളനമല്ലേന്ന് ആരെങ്കിലും ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളങ്ങനെയായിരിക്കില്ല ഉദ്ദേശിച്ചത്. ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് അംബേദ്കറിനെ പോലുള്ള ആൾക്ക് ഈ പറഞ്ഞ പോലെ ഭാരതരത്ന കൊടുത്തു എന്നും പറഞ്ഞ് ഇങ്ങനെ മേനി നടിക്കേണ്ട എന്താ ആവശ്യമിരിക്കുന്നത്? കൊടുത്തു, നല്ല കാര്യം, കൊടുക്കട്ടെ, നല്ലതാണെന്ന്. യഥാർത്ഥം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം നാമകരണം ചെയ്ത ആ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ അത് അംബേദ്കർ സ്റ്റേഡിയം ആയിക്കൂടായിരുന്നു. എന്നാൽ ഗുജറാത്തിലെ സ്റ്റേഡിയം അങ്ങനെയൊക്കെ 1-2 കാര്യങ്ങൾ കൂടി ചെയ്യട്ടെ. ഈ ഭാരതരത്ന എന്നുള്ള തുടക്കമാകട്ടെ. BR അംബേദ്കറിൻ്റെ പേരിൽ ഒരുപാട് നാമകരണങ്ങൾ നടക്കട്ടെ. അല്ലാതെ സ്വന്തം പേരിൽ മാത്രം ചെയ്യാതെ ആരാ പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പിന്നിൽ നമോ നമോ എന്ന് ചേർത്ത് സ്റ്റേഡിയം പോലും നരേന്ദ്രമോദി സ്റ്റേഡിയം ആക്കി പോലെയുള്ള ഒരു പ്രക്രിയയിൽ വ്യാപൃതരാകാതെ എല്ലാ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും പേര് BR അംബേദ്കർ എന്നായിക്കോട്ടെ. ആർക്ക് തടസ്സമില്ലല്ലോ, ആരും എതിർത്തോ അത്? ഞങ്ങൾക്കറിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ സഭയിൽ എന്തൊക്കെയാണ് പുതാമറ BR അംബേദ്കറിൻ്റെ പേരിങ്ങനെ പറയരുതെന്നാണ് യഥാർത്ഥത്തിൽ BJPക്കാർ അമിത്ഷാ പറഞ്ഞത്. ഇന്ന് രാജ്യസഭ തുടങ്ങിയപ്പോൾ തന്നെ BR അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്കാരും കൂടിയല്ലേ. അദ്ദേഹം പറഞ്ഞല്ലോ BR അംബേദ്കറുടെ പേര് അങ്ങനെ പറയരുതെന്ന്. എന്തുകൊണ്ടെന്ന് BR അംബേദ്കറുടെ പേര് പറയാതെ സ്ഥിരം ഉന്നയിക്കുന്ന ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യം എന്തുകൊണ്ടാണ് BJPക്കാർ മുഴക്കാതിരുന്നത്? ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതായത് ഇന്നലെ അമിത്ഷായുടെ പ്രസംഗത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസും നെഹ്റുവും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നെഹ്റു പരിവാറും അംബേദ്കറിന് വേണ്ടി ചെയ്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നുള്ള പദവി BR അംബേദ്കർ കൊടുത്തത് അറസാണ്. മുഖ്യ ശില്പി. ഇന്ന് BR അംബേദ്കറിനെ ലോകം അറിയപ്പെടുന്നത് ഭാരതരത്ന കൊണ്ടാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ടല്ലേ, ചീഫ് ആർക്കിടെക്റ്റ് ആയിട്ടല്ലേ അദ്ദേഹത്തിനെ നിയമമന്ത്രിയാക്കിയതാരാണ്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് RSS ആണെന്ന് നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. ഹിന്ദു കോഡ് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ RSS ഉയർത്തിയ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ ഒന്ന് നോക്ക്. ഹിന്ദു കോഡിനെതിരെ RSSന്റെ നിലപാടെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു വെളിപ്പാടകലെയുള്ള തീൻമൂർത്തി ലൈബ്രറിയിൽ ആ കാലഘട്ടത്തിലെ ഓർഗനൈസറിൻ്റെ പതിപ്പുകൾ പരിശോധിച്ചാൽ മതി. ആ പതിപ്പുകളൊക്കെ പരിശോധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് RSS മുഖപ്രസംഗം എഴുതിയതെന്നുള്ളത് നിങ്ങൾ പോയി വായിച്ചു നോക്ക്. അത് കൃത്യമായിട്ട് അംബേദ്കറിനെയും ഭരണഘടനയെയും തള്ളിക്കളയാണ് ചെയ്തത്. ആ ഭാഗം മുഴുവൻ ഞാൻ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഉദ്ധരിച്ചു. അതായത് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വെക്കുന്നതാണ്. ഇത് ബ്രിട്ടീഷുകാരൻ്റെ തട്ടിപ്പാണ് ഈ ഭരണഘടന. ഈ എററ്, ഈ വലിയ മഹാപാതകം തിരുത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം.
ആ തിരുത്തൽ ഞങ്ങൾ ഭയന്നതുകൊണ്ടാണ് ഈ സംവിധാനം, ഈ ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് പോലെ ഞങ്ങൾ ഉയർത്തിയത്. അങ്ങനെ ഒരു ബഹുമാനം അംബേദ്കറോട് കോൺഗ്രസിനും നെഹ്റുവിനും ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് 2 തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മോനെ ഈ കോൺഗ്രസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും വക്താവല്ലോ ഞാൻ. കാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പ്രതികരണമല്ലേ. ഇനിയിപ്പോൾ അത് കാര്യം ചെയ്യും, ഒരു കുഴപ്പമില്ല. കോൺഗ്രസ് നേതാക്കന്മാർ ഒരുപാട് പേര് അവിടെ ഉണ്ട്. ആരെങ്കിലും പിടിച്ചിട്ട് കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെയും നിലപാട് എന്തായിരുന്നു കുറിച്ച് ചോദിക്കുക. ഞാൻ പൊതുവായ ഒരു രാഷ്ട്രീയവും ആ കാലഘട്ടത്തിൽ അംബേദ്കർ അനുഭവിച്ച, എന്തിനാണ് അംബേദ്കർ ഈ പറഞ്ഞ RSS മുന്നോട്ട് വെക്കുന്ന സനാതന ധർമ്മത്തെ ധിക്കരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും അതിശക്തിയുമായി പ്രതിഷേധിച്ചുകൊണ്ടും എന്തിനാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് പോയത്? RSS വിഭാവനം ചെയ്ത ആ ചാതുർവർണ്ണത്തിലെ അദ്ദേഹം എതിർത്തത്. അതെന്താ നിങ്ങൾ കാണാതിരിക്കുന്നത്?